ഉപ്പ് പൊടിയൊക്കെ ഇതേപോലെ ഭരണിക്കകത്തോ കുപ്പിക്കകത്തൊക്കെ ഇട്ട് വെക്കുമല്ലോ. അപ്പോൾ അത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും അലിഞ്ഞ് കട്ടയാകും. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാനാണെങ്കിൽ ഇതേപോലെ കുറച്ച് ഗ്രാമ്പൂ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഉപ്പ് അലിഞ്ഞിറങ്ങുന്നത് അതില്ലാതാക്കാം. അപ്പോൾ ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതി. അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ പച്ചക്കായൊക്കെ അരിയുന്നതിന് മുമ്പായിട്ട് കയ്യിലൊക്കെ കറ പറ്റും. അപ്പോൾ അതിന് നമ്മൾ കയ്യിൽ ആദ്യം എണ്ണ തടവുക. കയ്യിൽ ഇതേപോലെ ഒരു സ്വല്പം എണ്ണ തടയി കൊടുക്കുക. അതേപോലെ നമ്മൾ കത്തിയിലും എണ്ണ തടയി കൊടുക്കുക. അപ്പോൾ കത്തിയിലും കയ്യിലും ഒന്നും കറയാവാതെ തന്നെ നമുക്ക് പച്ചക്ക അരിഞ്ഞ് കിട്ടാം. അപ്പോൾ ഇതേപോലെ നമുക്ക് എത്ര അരിഞ്ഞ് എടുത്താൽ തന്നെ നമ്മുടെ കയ്യിലോ അതല്ല കത്തിയിലോ കറയൊന്നും പറ്റത്തില്ല. അതേപോലെ തന്നെ നമ്മളിത് അരിഞ്ഞിടുമ്പോഴത്തേനും അതിനകത്ത് കറയില്ലാതിരിക്കണമെങ്കിൽ നമ്മൾ പച്ചക്ക അരിഞ്ഞിട്ട് ആ കറുത്ത് പോകുമല്ലോ, അപ്പോൾ കറയും ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ ആദ്യം നമ്മൾ ഒരു ബൗളിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പച്ചക്ക എത്രമാത്രം ഉണ്ടോ അത്ര അനുസരിച്ച് നമുക്കിതിൻ്റെ അളവുകളൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ അതൊന്ന് നമുക്കിതിനകത്തോട്ട് അരിഞ്ഞിടാം. അപ്പോൾ ഇങ്ങനെ അരിഞ്ഞിടുന്നത് കൊണ്ട് നമുക്ക് ആ പച്ചക്ക കറുത്തും പോകത്തില്ല, കറയും കാണത്തില്ല. നമ്മളിതേപോലെ അരിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേന് കറുത്തിട്ട് കറയൊക്കെ ആയിട്ട് ഇരിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ അതൊന്നും സംഭവിക്കത്തില്ല. അപ്പോൾ ഇതേപോലെ ആ മഞ്ഞളും ഉപ്പുമായിട്ടുള്ള വെള്ളത്തിനകത്തോട്ട് ഇതേപോലെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിത് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നാലും നമുക്ക് കറുത്ത് പോകത്തൊന്നുമില്ല.